തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഡിസംബർ 11 നടക്കുന്ന വിധിനിർണായകമായ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലമാണ് പാലക്കാട് നഗരസഭയിലെ 10ാം വാർഡ്. 52 വാർഡുകളിൽ 53ാമത്തെ വാർഡായി വെട്ടിമുറിച്ച വാർഡാണിത്. പുതിയ വാർഡ് രൂപീകൃതമായ ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ വി രവീന്ദ്രനാണ് ഇവിടെ മത്സര രംഗത്ത് ഉള്ളത്. ഈ 53 വാർഡുകളിലും ഏറ്റവും ശ്രദ്ധേയമായ ഒരു മത്സരം നടക്കുന്ന, കരുത്തുറ്റ മത്സരം നടക്കുന്ന വാർഡ് കൂടിയാണ് ഇത്. CPM-ന്റെ ഒലോക്കോട് ലോക്കൽ കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ ലൈബ്രറി കൗൺസിലിൻ്റെ താലൂക്ക് സെക്രട്ടറിയും കൂടിയായിട്ടുള്ള ശ്രീ വി രവീന്ദ്രൻ കഴിഞ്ഞ 18 വർഷമായിട്ട് പാലക്കാട് ജില്ലയിലെ നാടക പ്രവർത്തകരുടെ കൂട്ടായ്മയായ ടാപ്പ് നാടകവേദിയുടെ പ്രസിഡന്റ് കൂടിയാണ് ശ്രീ വി രവീന്ദ്രൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഡിസംബർ 11 നടക്കുന്ന വിധിനിർണായകമായ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലമാണ് പാലക്കാട് നഗരസഭയിലെ 10ാം വാർഡ്. 52 വാർഡുകളിൽ 53ാമത്തെ വാർഡായി വെട്ടിമുറിച്ച വാർഡാണിത്. പുതിയ വാർഡ് രൂപീകൃതമായ ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ വി രവീന്ദ്രനാണ് ഇവിടെ മത്സര രംഗത്ത് ഉള്ളത്. നമുക്ക് ചോദിക്കാം, അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണല്ലോ, എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ആളുകളുടെ ഒരു പ്രതികരണമൊക്കെ എങ്ങനെയാണ്? തീർച്ചയായും വിജയത്തിൻ്റെ പടി കയറാൻ വളരെ ശുഭപ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മാത്രമല്ല 1986 മെയ് മാസം 23 നടന്ന വിധി നിർണായകമായ തെരഞ്ഞെടുപ്പിൽ അന്ന് മറ്റൊരു സംഘടനയുടെ, പ്രത്യേകിച്ച് ഒരു കരുത്തുറ്റ കോട്ടയായിരുന്നു അവിടെ 86 വോട്ടുകൾക്ക് ജയിച്ചുകൊണ്ട് 86-ൽ പാലക്കാട് നഗരസഭയിലെ കൗൺസിലർ കൂടിയായിരുന്നു ശ്രീ വി രവീന്ദ്രൻ. സ്വാഭാവികമായിട്ടും ആ ഒരു അനുഭവം ഉണ്ടല്ലോ, അതെങ്ങനെയാണ്? മുൻ കൗൺസിലർ എന്നുള്ള അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇതേ വാർഡ് തന്നെയാണ് അന്നും വന്നിരിക്കുന്നത്, അതിൻ്റെ ഒരു ഫീൽ എങ്ങനെയാണ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും, കാരണം അത് ഓർക്കാൻ വളരെയധികം രസകരവും ആവേശകരവുമാണ്. വളരെ അന്ന് 32 വാർഡുകളുണ്ടായിരുന്നതിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു വാർഡായിരുന്നു അന്നത്തെ 4ാം വാർഡായ ഈ മുരുകണി മാട്ടുമന്ത വാർഡ്. അന്ന് നടക്കാൻ പോലും റോഡുകളില്ലാതെ, പ്രത്യേകിച്ച് നമ്മുടെ ശ്മശാനം NGO ക്വാർട്ടേഴ്സ് എല്ലാം നിൽക്കുന്ന ആ സ്ഥലത്ത് തെരുവ് വിളക്കുകളില്ല, വഴി പോലും ഇല്ല. അങ്ങനെ അമ്മമാരെയും കൊണ്ട് റാന്തലുമായി ഞങ്ങൾ മുനിസിപ്പാലിറ്റിക്ക് മാർച്ച് ചെയ്തൊരു കാലമുണ്ടായിരുന്നു. ഒരു പബ്ലിക് ടാപ്പ് പോലും ഇല്ലാത്ത സമയത്ത് കുടിവെള്ളത്തിന് വേണ്ടി അമ്മമാരെയും കൊണ്ട് കുടങ്ങ് കഴിച്ചുകൊണ്ട് മുനിസിപ്പാലിറ്റിയിലേക്ക് മാർച്ച് ചെയ്ത ഒരവസ്ഥയുണ്ടായിരുന്നു. തോടിന് കുറുകെ കടക്കാൻ ഒരു പാലമില്ലാതെ മുണ്ടുപോക്കി അല്ലെങ്കിൽ സ്കൂൾ കുട്ടികൾക്ക് അപ്പുറത്തും ഇപ്പുറത്തും പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. ഇതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി അന്നത്തെ പരിമിതമായ സൗകര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് അന്ന് വിജയിച്ചപ്പോൾ ഞാൻ ചെയ്തത് ചൊളോട് റോഡ് യാഥാർത്ഥ്യമാക്കുകയും അവിടെ ശിവദാസ മേനൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്ന ആ കാലത്തിൽ അദ്ദേഹത്തിൻ്റെ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് അവിടെ മുഴുവൻ വൈദ്യുതീകരിക്കുകയും മുരുകനെയും കല്ലേപ്പുള്ളിയും ബന്ധിക്കുന്ന ഭീമമായ വലിയൊരു പാലം ആ കാലഘട്ടത്താണ് എനിക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ കല്ലേപ്പുള്ളിയുമായി ബന്ധിപ്പിക്കാൻ വേണ്ടി ഹൗസിംഗ് കോളനിയിൽ നിന്നുള്ള നെയ്തിരമ്പുള്ളിക്കുള്ള റോഡ്, മാതാ അമൃതാനന്ദമയി റോഡ്, ആ റോഡും ആ കാലഘട്ടത്താണ് ഉണ്ടാക്കിയത്. അതിനുശേഷം അങ്ങനെ പറയത്തക്ക എടുത്തു കാണിക്കുന്ന ഒരു വലിയ വർക്കും നമ്മുടെ ഈ വാർഡിൽ നടന്നിട്ടില്ല. തീർച്ചയായും ഈ കാലഘട്ടത്തിൽ അത് ഓർക്കുമ്പോൾ വളരെയധികം ആവേശമാണ്. വീടുകൾ തോറും കയറി ഇറങ്ങുമ്പോൾ അമ്മമാർക്കും മുത്തശ്ശിമാർക്കും പ്രായമായ എല്ലാവർക്കും അത് ഓർത്തുകൊണ്ട് വീണ്ടും എൻ്റെ മോൻ തിരിച്ചു വരണം, ഈ വാർഡിലെ ഒരു സുഖകരമായ ഒരു നക്ഷത്രം പോലെ നിങ്ങൾ തിരിച്ചു വരണമെന്നാണ് എല്ലാ ആളുകളിലും പ്രതികരണം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രചരണത്തിൻ്റെ ലാസ്റ്റ് റൗണ്ടിലേക്ക് കടക്കുകയാണല്ലോ നമ്മളൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വാർഡിലേക്ക് പോയപ്പോൾ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള കുറേ ആവശ്യങ്ങളുണ്ടാവാം. എന്തെല്ലാം തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഈ വാർഡിന് വേണ്ടി എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളായിരിക്കും താങ്കൾ ചെയ്യുക? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വ്യക്തിഗതമായ വികസനങ്ങൾ, ലൈഫ് പദ്ധതിയിൽ ഒരുപാട് ആളുകൾക്ക് വീട് കിട്ടാനുണ്ട്, പലതും കിട്ടിയത് പൂർണ്ണമായിട്ടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. തീർച്ചയായും അതിനുള്ള മുൻകൈയും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടുന്ന വാർഡിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള എന്തൊക്കെ പദ്ധതികളുണ്ടോ ആ പദ്ധതികൾ മുഴുവൻ മേടിച്ചു കൊടുക്കാനും വ്യക്തിഗത വികസനങ്ങളിൽ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെ സുഖദുഃഖങ്ങളിലും എല്ലാറ്റിനും ഞാൻ ഉണ്ടാവുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്കൾ ഒരു സാംസ്കാരിക പ്രവർത്തകനാണ്. മാത്രമല്ല പാലക്കാട് താലൂക്കിലെ 10, 100, 120ഓളം വരുന്ന ലൈബ്രറികളുടെ സാരഥി കൂടിയാണ്. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിയാണ്. അതോടൊപ്പം തന്നെ പാലക്കാട് ജില്ലയിലെ നാടക പ്രവർത്തകരുടെ കൂട്ടായ്മയായ ടാപ്പ് നാടകവേദിയുടെ പ്രസിഡന്റാണ് കഴിഞ്ഞ 18 വർഷമായിട്ട്. സ്വാഭാവികമായിട്ടും പാലക്കാട് നഗരത്തിലെ സാംസ്കാരിക പ്രവർത്തകർക്ക് വേണ്ടി താങ്കൾ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്താണ് താങ്കളുടെ മനസ്സിലുള്ള ഒരു കൺസെപ്റ്റ് എന്തായിരിക്കും? തീർച്ചയായും ഒരു കൺസെപ്റ്റ് ഉള്ളത്, വാർഡുകൾ തോറും ലൈബ്രറികൾ സ്ഥാപിക്കുക എന്ന ലൈബ്രറി കൗൺസിലിൻ്റെ ഒരു ഉത്തമമായ ഒരു മാതൃക ഞാൻ ഈ പ്രദേശത്തെ കല്ലേപ്പുള്ളി നമ്മുടെ കാളിപ്പാറ കേന്ദ്രീകരിച്ച് ഒരു ലൈബ്രറി കൊണ്ടുവരുവാനും, അതുപോലെ തന്നെ നാടക പ്രവർത്തകരെ ഈ പ്രദേശത്ത് തന്നെ ഉള്ള അമ്മമാരുടെ നാടക പരിശീലനവും, കുട്ടികൾക്ക് വേണ്ടിയുള്ള നാടക പരിശീലനവും, നാടക ക്യാമ്പും സംഘടിപ്പിച്ചുകൊണ്ട് നാടകരംഗത്തേക്ക് പുതിയ തലമുറയെ ആവേശഭരിതമാക്കി കൊണ്ടുവരുവാനുള്ള ശ്രമം നടത്തും.
സാംസ്കാരിക പ്രവർത്തകരുടെ ഉന്നമനത്തിന് വേണ്ടി ഏത് രീതിയിലുള്ള പ്രവർത്തനവും നടത്താൻ തീർച്ചയായും ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന രീതിയിൽ, ലൈബ്രറി പ്രവർത്തകൻ എന്ന രീതിയിൽ, നാടക പ്രവർത്തകൻ എന്ന രീതിയിൽ എന്നെ നാടക പ്രവർത്തകനാക്കിയ സ്ഥലമാണ് ഈ വാർഡ്. മുരുകനിയിലാണെങ്കിലും മാട്ടുമന്തിയിലാണെങ്കിലും വളരെ ചെറുപ്പം മുതൽ നാടകം കളിച്ച് വളർന്നവനാണ് ഞാൻ. ഈ ജനങ്ങളുടെ ഇടയിൽ തെരുവ് നാടകങ്ങൾ കൊണ്ടുപോയി ജനങ്ങളെ ആവേശഭരിതമാക്കുകയും അവരെ ബോധവൽക്കരിക്കുകയും ചെയ്യാൻ വേണ്ടി ഇവിടെയുള്ള യുവാക്കളെയും ചെറുപ്പക്കാരെയും സംഘടിപ്പിച്ചുകൊണ്ട് നാടകം കളിച്ചുകൊണ്ടിരുന്ന എനിക്ക് തീർച്ചയായും ഇങ്ങനെ ഒരു അവസരത്തിൽ കൗൺസിലർ ആവാൻ കഴിയുകയാണെങ്കിൽ നഗര കേന്ദ്രീകൃതമായ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ ലൈബ്രറികൾ, നമ്മുടെ വാർഡാന്തരം നല്ല ലൈബ്രറികൾ ഉണ്ടാക്കുന്നതിനുള്ള സംവിധാനവും ഉണ്ടാക്കാൻ കഴിയും. നമുക്ക് എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇവിടുന്ന് രവീന്ദ്രൻ ജയിച്ചു പോകണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ കുടുംബത്തിൻ്റെ ആഗ്രഹം. രവിയേട്ടൻ പറയുന്ന വ്യക്തി നമ്മളുടെ നാട്ടുകാരനാണ്, നമ്മളുടെ കൂടെ എന്നും എല്ലാ കാര്യത്തിനും നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ ഒരു മാറ്റം അനിവാര്യത്തിന് വേണ്ടിയിട്ട് രവിയേട്ടനെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. രവിയേട്ടൻ വന്നാലേ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് രവിയേട്ടനെ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണം. ഈ 10-ാം വാർഡിൻ്റെ വികസനത്തിന് വേണ്ടി നമ്മളിൽ ഒരാളായ രവിയേട്ടൻ ജയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ 10-ാം വാർഡിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന സഖാവ് രവീന്ദ്രന് ചുറ്റികരുവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 1986 താങ്കൾ കൗൺസിലറായിരുന്നു. ഈ വാർഡിൻ്റെ അതേ വാർഡിൻ്റെ ഘടന തന്നെയാണ് ഇപ്പോഴുള്ളത്. എന്താണ് നമ്മുടെ ഈ വാർഡിലെ വോട്ടർമാരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? വികസന പ്രവർത്തനത്തിൽ എല്ലാ മേഖലകളിലും ടച്ച് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനമായിരിക്കും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥിയായിട്ടുള്ള വി രവീന്ദ്രൻ പാലക്കാട് നഗരസഭയിലെ 10-ാം വാർഡിൽ നിന്ന് ജനവിധി തേടുമ്പോൾ സ്വാഭാവികമായിട്ടും തൻ്റെ മുൻകാല അനുഭവങ്ങളും അതുപോലെ തന്നെ ഈ പ്രദേശത്തിൻ്റെ പൾസ് അറിയുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ, സാംസ്കാരിക പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഈ വാർഡിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി മുന്നോട്ട് വരുമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥിയായിട്ടുള്ള വി രവീന്ദ്രൻ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ തനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നാണ് ഈ വാർഡിൽ വോട്ടർമാരോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. തീർച്ചയായും LDFിൻ്റെ സാരഥിയായ വി രവീന്ദ്രന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. മാന്യപ്രേക്ഷകർക്ക് നന്ദി, നമസ്കാരം. നമസ്കാരം.